എന്ത് വീഡിയോ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചൊരാശയമായിരുന്നു എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും നടന്നിരുന്നു. അപ്പോൾ അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ സ്റ്റാർട്ടിങ് ക്ലീനിങ് ആണ്. തലേന്നൊരു കല്യാണ റിസപ്ഷന് പോയതായിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലം കോലമാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ റൂം. അപ്പോൾ വേഗം ചെറുപടേന്ന് ഡ്രസ്സിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. ക്ലീനിങ് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതങ്ങ് എക്സ്ട്രീം ലെവലാകുമ്പോൾ പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെയാണല്ലോ. ഇപ്പോൾ വീഡിയോ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കൊണ്ട് മാക്സിമം ഞാൻ ക്ലീൻ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. വൃത്തി ആക്കുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കരമായിട്ട് പണിയൊക്കെ തോന്നിയെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവം തന്നെയല്ലേ. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പിന്നെയും സാധനങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ തോന്നാറില്ല. കാരണം മേക്കപ്പ് സാധനങ്ങളൊന്നും എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അതൊക്കെ ഞാൻ കളയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടോ? എല്ലാം എടുത്തു വയ്ക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ? പ്രത്യേകിച്ച് ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും വലിയ വലിയ ക്യൂട്ട് ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് വെരി ബേസിക് മേക്കപ്പ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് റിവ്യൂസും പ്രൊഡക്റ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന്. അപ്പോൾ അതേ ആ ഒരു ഭാഗം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ ഷെൽഫിൽ ഞാൻ ഫുൾ പെർഫ്യൂംസും കാര്യങ്ങളും വെച്ചു. സെക്കൻഡ് ആകുമ്പോൾ റയാൻ്റെ വാച്ച് സംതിങ്. ആൻഡ് തേർഡ് സൈഡിൽ ഫുൾ ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് വെച്ച്. അപ്പോൾ അടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ നിക്കാഹ് നാം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പെന്നും എനിക്ക് അതൊക്കെ എടുത്തു വന്നതിന് ശേഷം പിന്നെ കബേർഡ് വൃത്തിയാക്കാൻ തുടങ്ങി. ജീൻസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കുറച്ച് ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുത്തന്നിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിനാൽ അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പുറത്ത് കിട്ടുന്ന കുനാഫ കട്ടി, അത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫിഷിൻ്റെ ബോക്സ് സെൻഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ഫിഷായിരുന്നു. ഇത് ആവോലിയാണ്. അടിപൊളി ഒരു 9 വലിയ സൈസ് ഫിഷായിരുന്നു കേട്ടോ. അടിപൊളി, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് സുർമൈ ഫിഷ്. നാട്ടിൽ ഇതിന് എന്താ പറയുക എനിക്ക് ഒരു ഐഡിയ. ഐക്കൂറ മീനാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ അങ്ങനെ പറയുക, ഹൽവയും ബദാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പ്രോൺസ് ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്നാൽ എൻ്റെ വക ഒരു കുക്കിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഈസി പീസി പ്രോൺസ് റോസ്റ്റ് തന്നെ ഉണ്ടാക്കി. ആദ്യം ഉള്ളി അരിഞ്ഞു. അത് കഴിഞ്ഞ് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നു. പിന്നെ നമ്മൾ തക്കാളി കുനുകുന നരിയുന്നത് എനിക്ക് മറ്റേ കടുകുവറ ഉർവശി ചേച്ചിൻ്റെയാണ് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. അത് തക്കാളി നല്ലപോലെ ചെറുതായിട്ട് അരിയാൻ ശ്രമിക്കുക. അപ്പോൾ വേഗം അടുപ്പിൻ്റെ ചോട്ടിൽ നിന്ന് വേഗം രക്ഷപ്പെടാം. അതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് പിന്നെ നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടം അരിയാൻ ഇഷ്ടമില്ലാത്ത സാധനം എന്തായിരിക്കും? ഇഞ്ചി. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചന്തത്തിലൊരു പാത്രത്തിലാക്കി വെച്ചാൽ ഇടുമ്പോൾ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഹീറോനെ എടുക്കുന്നു, ഒരു പാത്രത്തിലിടുന്നു, കുരുമുളക് പൊടി ഇടുന്നു, മുളക് പൊടി ഇടുന്നു. ഇതൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി, വാരി കൂടി ഇടരുത്, ചീത്തയാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് തിരുമുക അല്ലെങ്കിൽ ഇളക്കുക, എങ്ങനെ വേണമെങ്കിലും വെക്കാം. നന്നായി ഇളക്കാൻ മറക്കണ്ട. നന്നായി ഇളക്കി അത് നമുക്ക് കുറച്ച് നേരം സൈഡിൽ വെക്കാം. ആ മസാലയൊക്കെ ഒന്നെല്ലാം നന്നായിട്ട് പിടിക്കട്ടെന്നേ. അങ്ങനെ കുറച്ച് അതും റെസ്റ്റിനിരിക്കട്ടെ. നമ്മളും കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫോണിൽ തോണ്ടി വന്നതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. പിന്നെ അതിനെല്ലാത്തിനെയും കൂടി കൂരി വേറൊരു പാത്രത്തിലാക്കുക. പാത്രം കഴുകുന്നുണ്ടാവും കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഉള്ളി ഇട്ട് എണ്ണ ചൂടായോ നോക്കുന്നു. അതിൽ അരിഞ്ഞു വെച്ച ഉള്ളി അതിൽ ഇട്ട് നല്ല പോലെ
കടുക് പറ വഴറ്റിക്കോളൂ. കാരണം കുറേ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ മമ്മീൻ്റെ മീൻ കറി ഞാനൊന്ന് എത്തി നോക്കുന്നുണ്ട്. സ്വാഭാവികം, അല്ലെങ്കിലും അപ്പുറത്തെ ചട്ടിയിലാണല്ലോ നമ്മളെ കണ്ണ് മൊത്തം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് അത് ശരിക്കും ആദ്യം ഇടേണ്ടത്. അത് സാരമില്ല, തെറ്റ് എനിക്കും പറ്റാറുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് കുക്കിംഗ് ആണോ വെച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന 2-3-4 സാധനത്തിൽ ഒന്നാണ് ഇത്. ആകെ അതേ അറിയത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വരണം കേട്ടോ. എന്തൊക്കെയോ ടെക്നിക്കൽ ടേംസൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ അതിൽ കുറച്ച് നമ്മളെ ബേസിക് മസാലാസ് ഉണ്ടല്ലോ, ചില്ലി പൗഡർ, നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് പിന്നെ നല്ലപോലെ വഴറ്റണം. കുറച്ച് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചാലും മതി. ഒരുപാട് അതിൻ്റെ അടുപ്പിൽ നിന്ന് ചൂടാണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചട്ടി ചെറുതായിട്ട് കരിഞ്ഞു ഗൈസ്. ഞാനൊന്ന് എവിടേക്കോ പോയപ്പോഴത്തേക്കും അതൊന്ന് ചെറുതായിട്ട് കരിഞ്ഞു. അത് ഞാൻ മാക്സിമം ഹൈഡ് ചെയ്യാൻ അതിൽ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചെമ്മീൻ അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കുക. അത്യാവശ്യം നല്ലപോലെ ഇളക്കാൻ മറക്കരുത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അടച്ചു വെച്ച് വേവിച്ചു. അങ്ങനെ എൻ്റെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതും ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. ഒരു എണ്ണ ചൂടാക്കുക, അതിൽ ജിഞ്ചർ, ഗാർലിക് ആൻഡ് കുറച്ച് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യുക. അതൊന്ന് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള പ്രോൺസ് മസാല ഒന്നുമില്ല, കുറച്ച് സോയ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് സം പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് സ്പ്രിങ് ഓണിയൻസും കൂടി ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതെല്ലാം കൂടെ ഞാനൊരു കുറച്ചൊരു പിടി പിടിച്ചു. എൻ്റെ പൊന്ന് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയി ഒരു ഡ്രൈവിന് പോയി വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ.